കോൺഗ്രസിനൊരു നിലപാടേ ഉള്ളൂ. അത് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ആ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ജയറാം രമേശ് ഈ റൂൾസ് വന്നപ്പോൾ തന്നെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ ഇതില്ല എന്നുള്ള കള്ളപ്രചരണം കേരളത്തിലെ മുഖ്യമന്ത്രി നടത്തുന്നത് തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ടാണ്. അത് അദ്ദേഹം നടത്തിക്കോട്ടെ. ഒരു സർക്കാർ തന്നെ ഈ നിയമത്തിനെതിരെ കോടതിയിൽ പോകുമ്പോൾ അത് നിയമത്തിനെതിരായി സമരം ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ ഊർജ്ജം നൽകല്ലേ? സർക്കാരിന് പോകാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ നിയമവിദഗ്ധന്മാർ തന്നെ രണ്ടഭിപ്രായമുണ്ട്. ഇതുവരെ പോയിട്ടില്ലല്ലോ ആരും. ഇത് പോയ ആളുകൾ ഇവിടെ നിൽക്കുകയാണ്. ഇനി ഞങ്ങൾ പോകുമെന്ന് പറയുകയാണ്. പക്ഷേ ഇതുവരെ പോയിട്ടില്ലല്ലോ. സർക്കാരിന് പോകാൻ കഴിയുമോ എന്നത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. അതെ, അത് നിലനിൽക്കുമോ എന്ന് തന്നെ പലരും ചോദിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിയമസഭ ഏകകണ്ഠമായി പാസ്സാക്കിയ നിയമമാണ്, പ്രമേയമാണ്. ഞങ്ങളെല്ലാം ഒരുമിച്ചിട്ടല്ലേ. അന്ന് ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഏകകണ്ഠമായിട്ടാണ് നിയമസഭ ഇത് പ്രമേയം പാസ്സാക്കിയത്. ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരുമിച്ചാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുമുള്ള ഒറ്റക്കെട്ടായിട്ടാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. പ്രതിഷേധങ്ങളുണ്ടായാലും ഒറ്റക്കെട്ടായിട്ട് തന്നെ നേരിടുന്നു. അല്ല, അങ്ങനെ ഇപ്പം നേരിടാനുള്ള സാഹചര്യം ഇപ്പം നിലവിലില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടിയും UDFും ശക്തമായി തന്നെ ഇതിൻ്റെ പ്രതിരോധിക്കാനുള്ള നടപടി ഉണ്ടാവും. അതിൻ്റെ വിശദാംശങ്ങൾ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നിങ്ങളോട് തന്നെ പറയും. അങ്ങനെ പോകുന്നതിനൊന്നും തെറ്റില്ല, പോകുന്നത് നല്ല കാര്യമാണ്. അവർ പോകുന്നെങ്കിൽ സന്തോഷം. അത് ചില നിയമവിദഗ്ധന്മാർ പറയുന്നുണ്ട് ഗവൺമെൻറ് പോകാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത്. അതൊന്നും എനിക്ക് വിഷയമല്ല. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിലെടുത്ത നിലപാട് പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാൻ പ്രാപ്തനല്ല. കേരളത്തിൽ അന്ന് ഞങ്ങൾ കൊടുത്ത ആ കേസാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പം ഇന്നെനിക്ക് വരാൻ കഴിയാതെ പോയത് ശശി തരൂരിൻ്റെ കൺവെൻഷൻ ഉണ്ടായതുകൊണ്ടാണ് വരാൻ കഴിയാതെ പോയത്. 9-ാം തീയതി ഞാനും ഹാജരാകുന്നുണ്ട് സുപ്രീം കോടതി. അവർ അന്തിമഘട്ടത്തിലാണ്. ഇന്ന് ഇലക്ഷൻ സ്ക്രീനിങ് കമ്മിറ്റി കൂടി നാളെ ഇലക്ഷൻ കമ്മിറ്റിയിൽ വെച്ചത് പൂർത്തിയാണ്. ഇപ്പോൾ പല സ്റ്റേറ്റുകളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കാൻ കഴിയാത്തത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാവില്ലേ? പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലാം ഉടനെ പൂർത്തിയാവുമല്ലോ. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചല്ലോ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ഇലക്ഷൻ കമ്മിറ്റിയാണ്. ഇന്ന് ധാരാളം സീറ്റുകൾ പ്രഖ്യാപിക്കും. നാളെയും ഉണ്ട്. നാളെ മഹാരാഷ്ട്ര എടുക്കണമെന്നാണ് നമ്മൾ. അത് ഇലക്ഷൻ കമ്മിറ്റി കഴിഞ്ഞിട്ട് അവർ പറയും. രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനത്ത് സംബന്ധിച്ച് ആനി രാജ് എന്ന് പ്രതികരിച്ചത് രാഹുൽ അവിടുത്തെ മത്സരം ഒഴിവാക്കണമായിരുന്നു. KC വേണുഗോപാലും ACCയും ചേർന്ന് രാഹുലിനെ ഒരു കേരള കോൺഗ്രസ്സുകാരനാക്കിയെന്നാണ്. അപ്പോൾ അതിലെന്താണ് BJPക്കെതിരെ മത്സരിക്കുന്നത്? അല്ല, ഇപ്പം ഞങ്ങൾ എന്താ പിന്നെ കേരളത്തിൽ ഇന്ത്യ മുന്നണി ഉള്ളതുകൊണ്ട് ഞങ്ങൾ കേരളത്തിൽ മത്സരിക്കേണ്ടതാണ് ഇവർ പറയുന്നത്. അല്ല, BJPക്ക് അറിയാമായിരിക്കും. തെലങ്കാന ആയിരുന്നില്ലേ അതിലൊന്നും ഒരു തെറ്റുമില്ല. പരമ്പരാഗതമായി തന്നെ കേരളത്തിലെ പോരാട്ടം കോൺഗ്രസും CPMും തമ്മിലാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു തെറ്റായ ആശയവുമില്ല. അവർ രാഹുൽ ഗാന്ധിയെ ഭയപ്പെടുന്നു. അവർ ദഹിക്കില്ല എന്നവർക്ക് ബോധ്യപ്പെടുന്നു. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDF 20-ൽ 20 സീറ്റ് നേടും. ആ പരിഭ്രാന്തിയാണ് അവർക്കുള്ളത്. അല്ല, അത് അദ്ദേഹം മത്സരിക്കുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. വെയിറ്റ് ചെയ്യൂ. ഈ M മണി ഡീപ് കുര്യാക്കോസിനെതിരെ നടത്തിയ പരാമർശം വലിയ വിവാദമാവുകയും ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ? അത്തരം പരാമർശങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവും നടത്താൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. M മണി പലപ്പോഴും ഇത്തരം പ്രയോഗങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ്. അതൊക്കെ അത് ഒഴിവാക്കേണ്ടതാണ്. കാരണം രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആളുകൾ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുന്നതിൻ്റെ പരിധി വേണം. ആ പരിധി വിട്ട് വാക്കുകൾ ഉപയോഗിക്കുന്നത് ആർക്കും നല്ലതല്ല. അതിപ്പോൾ M മണിക്ക് മാത്രമല്ല, ആർക്കും അത് നല്ലതല്ല. അത്തരം പരാമർശങ്ങൾ നടത്തുന്നത് ശരിയല്ല. അത് പിൻവലിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ മഹാരാഷ്ട്ര റാലിയിൽ CPMും CPI ഒന്നും പങ്കെടുത്തില്ല. അതിനെങ്ങനെയാണ് കാണുന്നത്? CPMും CPIയും പങ്കെടുക്കാതിരുന്നത് കേരള മുഖ്യമന്ത്രി കൊടുത്ത നിർദ്ദേശപ്രകാരമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അതിന് കേരള ഇഷ്യൂവുമായിട്ട് അത് കൂട്ടിക്കുറയ്ക്കേണ്ട കാര്യമില്ല. കേരളത്തിൽ വേറൊരു രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദിക്കെതിരെയുള്ള അല്ലെങ്കിൽ BJPക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുഖ്യമന്ത്രി വെള്ളം ചേർക്കാൻ പാടില്ലായിരുന്നു. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കേരളത്തിലെ രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും രണ്ടും രണ്ടാണ്. എന്നും അത് തന്നെയാണ്. അതിൻ്റെ പേരിൽ ഇന്ത്യ മുന്നണിയുടെ റാലിയിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത റാലിയിൽ നേതാക്കൾ വിട്ടുനിന്നത് ശരി. അണികളുണ്ടായിരുന്നു കേട്ടോ. അവരുടെ അണികൾ കൊടികളുമായി വന്നിരുന്നു. പക്ഷേ നേതാക്കൾ വിട്ടുനിന്നത് ശരിയായില്ല.
വിവിധ സംസ്ഥാനങ്ങളിലെ സീറ്റ് ചർച്ചയിൽ അവരെ ഒഴിവാക്കുന്നു എന്നൊരു പരാതിയുണ്ട്. ജാർഖണ്ഡിൽ ഉൾപ്പെടെ ഈ പരാതി CPI ഉന്നയിച്ചതുമാണ്. അപ്പോൾ അതിലുള്ള കേരളത്തിലെ മാത്രം അതിൻ്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തെ വെച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തെ പരിപാടികളിൽ പങ്കെടുക്കാതിരിക്കുന്നത് ശരിയല്ല. ഇന്ത്യ സഖ്യത്തിൽ ഇപ്പോൾ CPM പോലുള്ള പാർട്ടി കേരളത്തിൽ മാത്രമാണ് വലിയ ശക്തിയുള്ളത്, സ്വാധീനമുള്ളത്. അപ്പോൾ അവരുടെ സ്വാധീന മേഖലയിൽ വന്നുകൊണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ അതിനുള്ള അതിർത്തി പ്രകടിപ്പിക്കുന്നത് സ്വാഭാവികമായിരിക്കും. അതിപ്പോഴല്ലോ, കഴിഞ്ഞ തവണയും രാഹുൽ ഗാന്ധി അവിടെ തന്നെയല്ലേ മത്സരിച്ചത്. പക്ഷെ അന്ന് മുന്നണിയില്ല. അല്ല, അന്നും രാഹുൽ ഗാന്ധി അവിടെയാണ് മത്സരിച്ചത്. ഇപ്പോൾ മത്സരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അവിടുത്തെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണമെന്ന് തന്നെയാണ്. വയനാടുമായിട്ട് രാഹുൽ ഗാന്ധിക്ക് ഒരു വികാരപരമായ ബന്ധം കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അവിടെ ജനങ്ങളുമായിട്ടൊരു ബന്ധം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അവിടെ മത്സരിക്കുകയാണ്. അതിനകത്ത് എന്തിനാണ് അവർ ഇത്ര ഭയപ്പെടുന്നതെന്ന് എനിക്കറിയില്ല.